ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ്. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ആപ്ലിക്കേഷൻ അയക്കാനുള്ളവർക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സോൺ വൈസ് ഉള്ള വേക്കൻസികൾ ഒന്ന് പറയുകയാണ്. ഓക്കെ, അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എവിടെയെല്ലാം അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാനുള്ളവർ അല്ലെങ്കിൽ ഇനി അപ്ലൈ ചെയ്തിട്ടുള്ളവരും നമ്മൾ അപ്ലൈ ചെയ്ത കറക്റ്റ് ആണോ, കറക്റ്റ് പ്ലേസിലാണോ എന്നൊക്കെ നോക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകരിക്കും. അതോടൊപ്പം തന്നെ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ആ വീഡിയോ കാണുകയും അത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ സംശയങ്ങൾ കമൻസിലൂടെയും ഒക്കെ ചോദിക്കുക, ലൈക്സ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ RRB റെയിൽവേയുടെ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്, എക്സാം വരെയുള്ള ഫീ എന്ന് പറയുന്നത് റിഡക്ഷൻ ഉണ്ട്. 50% റിഡക്ഷൻ കഴിഞ്ഞിട്ട് വെറും 599 രൂപയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത്. ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കും. ആ ലിങ്കിലൂടെയോ കമൻറ്റ് ബോക്സിലും ലിങ്ക് ഉണ്ട്, ആ ലിങ്കിലൂടെയോ അല്ലെങ്കിൽ 77 36 75 0473 ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് വേക്കൻസി കോഴ്സിനെ കുറിച്ച്. അതുപോലെ നമ്മൾ ഇപ്പോൾ ഓണായിരിക്കുന്ന മറ്റ് കോഴ്സുകൾ HSA നാച്ചുറൽ സയൻസ്, HSA ഫിസിക്കൽ സയൻസ്, LP UPയുടെ ലോങ് ടേം കോഴ്സ്, LP അടുത്ത നോട്ടിഫിക്കേഷൻ വരെയുള്ള കോഴ്സ്, അതുപോലെ തന്നെ LP UP ഇൻ്റർവ്യൂ ബാച്ച്, അതുപോലെ തന്നെ HSAയുടെ ജനറൽ ബാച്ച്. ഇത്രയുണ്ട്. അപ്പോൾ എല്ലാത്തിനും 50% റിഡക്ഷൻ ഉണ്ട്. എല്ലാത്തിനും 50% റിഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഫീ ആണ് ഞാനിവിടെ പറയുന്നത്. HSAക്ക് സാധാരണ 2500 രൂപയാണ് നമ്മുടെ ഫീസ്. അത് റിഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ 999 രൂപയാണ് HSA ഫിസിക്കൽ സയൻസ് ആൻഡ് നാച്ചുറൽ സയൻസ്. അതുപോലെ LP UP റിഡക്ഷൻ കഴിഞ്ഞിട്ട് ലോങ് ടേം ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റിലാണ് LP UP ലോങ് ടേം കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാവുന്നത്. ജസ്റ്റ് ഓൺലി ഫോർ അഡ്മിഷൻ ഫീസ് 299 മാത്രം അടച്ചുകൊണ്ട് അതിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. LP UP ഇൻ്റർവ്യൂ ബാച്ച് 499 ആണ് റിഡക്ഷൻ കഴിഞ്ഞിട്ട്, 50% റിഡക്ഷൻ കഴിഞ്ഞിട്ട്. HSA ജനറലിൻ്റെ ബാച്ച് 50% റിഡക്ഷൻ കഴിഞ്ഞിട്ട് 399 ആണ്. അപ്പോൾ ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടാതെ ഈ 599 രൂപ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ HSA RRBയുടെ കോഴ്സുകൾ, PRTയുടെ കോഴ്സ്, പ്രൈമറി ടീച്ചറിൻ്റെ കോഴ്സ്, അതുപോലെ തന്നെ TGT ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, അതുപോലെ തന്നെ PRT കോഴ്സ്, ഇതിനൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത് ഏത് കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കൂടാതെ കമൻറ്റ് ബോക്സിലുണ്ട്. കൂടാതെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ വാട്സപ്പ് മെസ്സേജ് വഴിയോ നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരായാവുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് തീർച്ചയായും എല്ലാ കോഴ്സും ലൈവ് പ്ലസ് ഫുൾ റെക്കോർഡാണ്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ്. പ്ലസ് അതിൻ്റെ PDF നോട്ട്സ്, എക്സാംസ്, അതുപോലെ തന്നെ ഡിസ്കഷൻസ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ കോഴ്സിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ ഈ കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഏകദേശം ഒരു 21ഓളം സോണിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് നിലവിൽ. ഓക്കെ, നമ്മുടെ റെയിൽവേ സോണുകൾ, ഒരുപാട് റെയിൽവേ സോണുകളുണ്ട്. അതിനെ ഡിവിഷനായിട്ടും സബ് ഡിവിഷനുമായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പോസ്റ്റ് കാണുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ആ റെയിൽവേ സോണുകൾ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, SWR CR എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതായത് സതേൺ റെയിൽവേ, സൗത്ത് വെസ്റ്റ് റെയിൽവേ, നോർത്ത് വെസ്റ്റേൺ റെയിൽവേ, അതുപോലെ തന്നെ സൗത്ത് സെൻട്രൽ, സൗത്ത് കോസ്റ്റ്, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ, നോർത്ത് ഫ്രോണ്ടിയർ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റെയിൽവേ സോണുകളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 21ഓളം റെയിൽവേ സോണുകളിലേക്ക് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ വേണ്ടത്, നമ്മളിവിടെ പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് TGT കോഴ്സിനെ കുറിച്ചും, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, പ്രൈമറി ടീച്ചർ, അതുപോലെ തന്നെ PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ഇത്രയും കോഴ്സിനെ പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം. അപ്പോൾ ഈ കോഴ്സുകൾ TGT, PRT, PGT ഇത്രയും കോഴ്സുകളുള്ള സോണുകൾ ഏതൊക്കെയാണ്, അവിടെ ഏതിനൊക്കെ പോസ്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇത് ഇനി അപ്ലൈ ചെയ്തവർക്ക് ഒക്കെ ഉപകാരപ്പെടും. തീർച്ചയായിട്ടും കാണുക. ഇനി പൂർണ്ണമായിട്ടും കണ്ടിട്ട് ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ നിങ്ങൾ
എന്ത് ചെയ്യുക, മെസ്സേജസിലൂടെയോ കമന്റ്സിലൂടെയോ ഒക്കെ ചോദിക്കുക, കോള് വിളിച്ചോ വാട്സപ്പിലൂടെയൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പം ആദ്യമായിട്ട് നമ്മൾ ബാംഗ്ലൂരാണ് നോക്കുന്നത്. ബാംഗ്ലൂരിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബാംഗ്ലൂരിൽ പ്രധാനമായിട്ട് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇംഗ്ലീഷ് ഉണ്ട്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഹിന്ദി ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ നമ്മൾ പറയുന്നില്ല, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ സോഷ്യൽ സയൻസ് ഉണ്ട്. ഇത്രയുമാണ്. അതായത് ഇംഗ്ലീഷ് പ്രധാനമായിട്ടും ഉള്ള പോസ്റ്റുകൾ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിന്റെ പോസ്റ്റ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, ട്രെയിൻഡ് TGT ഹിന്ദി, അതുപോലെ തന്നെ TGT സോഷ്യൽ സയൻസ്. ഓക്കെ, അപ്പൊ TGT ഇംഗ്ലീഷ്, TGT ഹിന്ദി, TGT സോഷ്യൽ സയൻസ് ആണ് ബാംഗ്ലൂരിലുള്ളത്. ഇത്രയുമാണ്. അപ്പൊ അതിൽ അൺറിസർവ്ഡ് എല്ലാത്തിനും ഓരോ പോസ്റ്റ് വെച്ചാണ് ഉള്ളത്, അൺറിസർവ്ഡ് ആയിട്ടുള്ളത്. അതിൽ പിന്നെ നോൺ ക്രിമിലിയറിന് അപ്ലൈ ചെയ്യാനായിട്ട് അവിടെ ഒരു പോസ്റ്റ് അല്ല, പോസ്റ്റ് ഒന്നും ഇല്ല സത്യം. നോൺ ക്രിമിലിയറിന് ബാംഗ്ലൂരിൽ പോസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. നോൺ ക്രിമിലിയറിന് ബാംഗ്ലൂരിൽ പോസ്റ്റ് ഒന്നും തന്നെ കാണുന്നില്ല. ഓക്കെ, ബാംഗ്ലൂർ നല്ലൊരു സ്ഥലമല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. വലുതായിട്ട് വേക്കൻസി ഇല്ല, വരുന്നില്ല എന്നാണ് വിചാരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും വേക്കൻസികൾ അവിടെ കാണുന്നുള്ളൂ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്. ഓക്കെ, നെക്സ്റ്റ് സോണിലേക്ക് നമ്മൾ പോകുന്നു. ബാംഗ്ലൂർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സോണിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഴുവനും കണ്ടിട്ട് നിങ്ങൾ സംശയം ചോദിക്കണം കേട്ടോ. ഇത് ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഓരോന്നും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത ഭോപ്പാലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറാണ്. അതായത് PG കൊമേഴ്സ്, PG ഹിന്ദി, PG ബയോളജി ഇംഗ്ലീഷ് മീഡിയം, അതുപോലെ തന്നെ PG കെമിസ്ട്രി ഇംഗ്ലീഷ് മീഡിയം, അതുപോലെ തന്നെ PG എക്കണോമിക്സ്, PG ടീച്ചർ ഇംഗ്ലീഷ്, PG ഹിസ്റ്ററി ഇംഗ്ലീഷ് മീഡിയം, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഫിസിക്സ്. പിന്നെ അതുപോലെ തന്നെ TGT ഉണ്ട്. TGT ഉള്ളത് അവിടെ TGT ഉള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹിന്ദി, TGT ഹിന്ദി, TGT ഇംഗ്ലീഷ്, മാത്സ്, TGT മാത്സ് ഇംഗ്ലീഷ് മീഡിയം, അതുപോലെ തന്നെ TGT സയൻസ്, അതുപോലെ തന്നെ TGT സോഷ്യൽ സയൻസ് ഫീമെയിൽസിന് 2 ഓപ്ഷൻസ് ഉണ്ട്, മെയിലിനും ഉണ്ട്, അങ്ങനെ വിളിക്കാറുണ്ട് അത്. ഓക്കെ, പിന്നെ ക്രാഫ്റ്റിന് അപേക്ഷിക്കുന്നവരാണെങ്കിൽ ക്രാഫ്റ്റ് ഇംഗ്ലീഷ് മീഡിയം. ഓക്കെ, ക്രാഫ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഡിപ്ലോമയൊക്കെ മതി. അപ്പൊ ഇത്രയും കോഴ്സുകളാണ് ഭോപ്പാലിലുള്ളത്. ഓക്കെ, അതിൽ നോക്കിയോ, നമ്മൾ ഓരോന്നിനും പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ കൊമേഴ്സിനാണെങ്കിൽ മൊത്തത്തിൽ അൺറിസർവ്ഡ് ഒരു പോസ്റ്റ്. ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, അത് കൂടി വരും, പോസ്റ്റിന്റെ എണ്ണം കൂടി വരും. ബാക്കിയെല്ലാം ഓരോ പോസ്റ്റ് വെച്ചിട്ട് അൺറിസർവ്ഡ്. ചിലതിന് 2 പോസ്റ്റ് ഉണ്ട്. ഹിന്ദിയൊക്കെ ആണെങ്കിൽ കൂടുതൽ പോസ്റ്റ് ഉണ്ട് അവിടെ. ഹിന്ദി, മാത്സ് മീൻസ് ഇംഗ്ലീഷ് മീഡിയം, മാത്സ് ഇംഗ്ലീഷ് മീഡിയത്തിന് 2 പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ സയൻസിന് 2 പോസ്റ്റ് ഉണ്ട്. ഓക്കെ, എന്നോ ഫിക്സേറ്റ് ചെയ്ത പോസ്റ്റുകളാണിത്. ഇപ്പൊ അതിനേക്കാളും വേക്കൻസികൾ വന്നിട്ടുണ്ടാകും ഇപ്പൊ തന്നെ. ഓക്കെ, അപ്പൊ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അത് തരംതിരിച്ച് SC എത്ര, ST എത്ര, അതുപോലെ തന്നെ OBC, നോൺ ക്രിമിനൽ എത്രയെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോൺ ക്രിമിനലിനൊക്കെ കൂടുതൽ ചാൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഭോപ്പാല്. അതായത് കെമിസ്ട്രിക്ക് നോൺ ക്രിമിനൽ ഉണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്ററി ഇംഗ്ലീഷ് മീഡിയത്തിന് നോൺ ക്രിമിനൽ ഉണ്ട്, നോൺ ക്രിമിനൽ ഉണ്ട്. അതുപോലെ തന്നെ TGT ഇംഗ്ലീഷ് ഉണ്ട്, TGT ഹിന്ദി ഉണ്ട്, TGT മാത്സ് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, TGT സോഷ്യൽ സയൻസ് നോൺ ക്രിമിലിയർ ഉണ്ട്, ക്രാഫ്റ്റിന്റെ നോൺ ക്രിമിലിയറും ഉണ്ട്. ഓക്കെ, അപ്പം ഭോപ്പാല് നല്ലൊരു സ്ഥലം തന്നെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഭോപ്പാല് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തത് നെക്സ്റ്റ് പിന്നെ ഉള്ളത് പ്രൈമറി ടീച്ചറിനും ഭോപ്പാലുണ്ട്. പ്രൈമറി ടീച്ചർ നല്ല വേക്കൻസി ഉണ്ട്. പ്രൈമറി ടീച്ചർ അൺറിസർവ്ഡ് 10 വേക്കൻസി ഉണ്ട് കേട്ടോ. ഭോപ്പാലില് 10 വേക്കൻസി ഉണ്ട് പ്രൈമറി ടീച്ചർ. അതുപോലെ തന്നെ പ്രൈമറി ടീച്ചർ വീണ്ടും, അതായത് ഓരോ സോൺ മാറുന്നതിനനുസരിച്ച്, വെസ്റ്റ് സെൻട്രൽ റെയിൽവേയും ഇത് വെസ്റ്റേൺ റെയിൽവേയും, അതായത് ഓരോ സോൺ മാറുന്നതിനനുസരിച്ച് പോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അത് ശ്രദ്ധിച്ചോളണം നിങ്ങൾ. ഓക്കെ, അവിടെ നോൺ ക്രിമിലിയറിന് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയില് പ്രൈമറി ടീച്ചറിന്, നോൺ ക്രിമിലിയറിന് ഭോപ്പാലിന് 5 പോസ്റ്റ് ഉണ്ട്. 5 പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 50 ആയിട്ട് മാറാം അത് വേണമെങ്കിൽ. ഓക്കെ, അങ്ങനെ ടോട്ടൽ മൊത്തം 13 പോസ്റ്റ് NCL-നുണ്ട്. എന്താ പറയാ, പ്രൈമറി ടീച്ചറിന്റെ പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക്. അപ്പൊ എന്തുകൊണ്ടും ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റിയ ഒരു നല്ല സോണാണ് ഭോപ്പാൽ എന്ന് പറയുന്നത് കേട്ടോ. ഭോപ്പാൽ എല്ലാവർക്കും, PGTക്കും TGTക്കും അതുപോലെ തന്നെ PRTക്കും നല്ലൊരു സോണാണ് ഭോപ്പാൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തേക്ക് വരുന്നത് ബിലാസ്പൂർ ആണ്. ബിലാസ്പൂരിലേക്ക് വരുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. ബിലാസ്പൂരിലേക്ക് വരുമ്പോഴും പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ കൊമേഴ്സ് ഉണ്ട്, PG കൊമേഴ്സ്, ഹിന്ദി,
PG പൊളിറ്റിക്കൽ സയൻസ്, PG ബയോളജി, PG മാത്സ്, PG എക്കണോമിക്സ്, PG ഇംഗ്ലീഷ്, PG ജിയോഗ്രഫി ഇംഗ്ലീഷ് മീഡിയം, PG ഹിസ്റ്ററി, PG ഫിസിക്സ്, അതുപോലെ തന്നെ TGT TG ആർട്സ് ടീച്ചർ, TG ക്രാഫ്റ്റ്, TG ഇംഗ്ലീഷ്, TG ഹിന്ദി, TG മാത്സ്, അതുപോലെ തന്നെ TG ഗ്രാജുവേറ്റ് ടീച്ചർ, PC ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നുള്ളതാണ് PCB. അതുപോലെ തന്നെ TG സാൻസ്ക്രിറ്റ് ടീച്ചർ ഉണ്ട്, അതുപോലെ തന്നെ TG സയൻസ് ടീച്ചർ ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവിടെ പ്രൈമറി ടീച്ചർ ഉണ്ട്. പ്രൈമറി ടീച്ചറും എവിടെയുണ്ട്? നമ്മുടെ ബിലാസ്പൂർ ഉണ്ട്. പ്രൈമറി ടീച്ചർ ഉണ്ട് ബിലാസ്പൂർ. ഓക്കെ, ഒരുവിധം എല്ലാത്തരം പോസ്റ്റും ഈ ബിലാസ്പൂരിലുണ്ട്. വേക്കൻസികളും ഉണ്ട്. വേക്കൻസികളും ഒരുപാട് 86 വേക്കൻസികളാണ് നിലവിലെല്ലാം കൂടി ഉള്ളത്. അപ്പൊ നല്ല വേക്കൻസികളുണ്ട്. അതിൽ NCL OBC NCL 35ഓളം പോസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനോട് നോക്കുമ്പോൾ 35ഓളം പോസ്റ്റുകളുണ്ട്. 35ഓളം പോസ്റ്റ് ഉണ്ട്. എല്ലാത്തിനും പോസ്റ്റ് ഉണ്ട്. അപ്പോൾ OBCക്ക് അയക്കാൻ പറ്റിയൊരു നല്ല ജില്ലയും നല്ല ഒരു സോണും കൂടിയാണ് ബിലാസ്പൂർ എന്ന് പറയുന്നത് കേട്ടോ. ബിലാസ്പൂർ അത് എല്ലാത്തിനും പോസ്റ്റ് ഉണ്ട്. ക്രാഫ്റ്റിന്, സംസ്കൃതത്തിന്, ഓക്കെ, TGTക്ക്, PGTക്ക്, ഒരുവിധം എല്ലാത്തരം PGT, എല്ലാത്തരം TGT, ക്രാഫ്റ്റ്, ഇതെല്ലാം തന്നെ ഈ ബിലാസ്പൂരിൽ ഉണ്ട്. ഓക്കെ, നല്ല വേക്കൻസി ഉണ്ട്. അപ്പൊ ബിലാസ്പൂറും അടുത്തതായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു സോണാണ്. അടുത്ത ചെന്നൈയാണ്, നമ്മുടെ അടുത്തുള്ള ചെന്നൈയാണ്. ചെന്നൈയിലേക്ക് വരുമ്പോഴത്തേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ 2 എണ്ണമാണ്. കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സ് ഉണ്ട്. ഓക്കെ, അൺറിസർവ്ഡ് ഓരോ പോസ്റ്റ് വെച്ചുണ്ട്. നോൺ ക്രിമിലിയർ ഇല്ല അവിടെ. പിന്നെ ഉള്ളത് ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇംഗ്ലീഷ്, TGT ഇംഗ്ലീഷ്, TGT മാത്സ് ഇംഗ്ലീഷ് മീഡിയം, TGT സയൻസ്, ക്രാഫ്റ്റ്, TGT ഹിസ്റ്ററി, അതുപോലെ തന്നെ പ്രൈമറി ടീച്ചർ ഉണ്ട് കേട്ടോ. പ്രൈമറി ടീച്ചർ ഉണ്ട്. അതുപോലെ തന്നെ പ്രൈമറി ടീച്ചർ ഹിന്ദി ഉണ്ട്, പ്രൈമറി ടീച്ചർ തമിഴുണ്ട്. നമുക്ക് രണ്ടത് പറ്റത്തില്ല. നമുക്ക് മലയാളം വിളിച്ചാലേ അങ്ങനെയുള്ള ഭാഷകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പ്രൈമറി റെയിൽവേ ടീച്ചർ ഉണ്ട്. ഓക്കെ, സദേൺ റെയിൽവേയിൽ തന്നെയാണ് അത് വരുന്നത്. 5 പോസ്റ്റോളം ഉണ്ട് പ്രൈമറി ടീച്ചർ. 5 എന്നുള്ളത് 50 ആയിട്ട് മാറും. ഓക്കെ, 2 എന്നുള്ളത് 20 ആയിട്ട് മാറും. അങ്ങനെ വരും. അങ്ങനെ ചിന്തിച്ചാൽ മതി. അങ്ങനെ വരും. അതിൽ നോൺ ക്രിമിനലിനും എല്ലാവർക്കും സാധ്യതയുണ്ട്. നോൺ ക്രിമിനലിന് 7 പോസ്റ്റോളം ഉണ്ട്. അല്ലാതെ ജനറൽ ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 48ഓളം വേക്കൻസി ചെന്നൈയിലുണ്ട് കേട്ടോ. ചെന്നൈയിൽ. ഓക്കെ, നോക്കിക്കൊള്ളണം. അപ്പൊ ചെന്നൈ നല്ലൊരു സെന്റർ തന്നെയാണ്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സെന്റർ തന്നെയാണ് ചെന്നൈ. ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ആപ്ലിക്കൻസിന്റെ എണ്ണം തീർച്ചയായിട്ടും കുറവാണ്. നമ്മൾ 2019 തട്ടിച്ചു നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആപ്ലിക്കൻസിന്റെ എണ്ണം കുറവാണ്. ഇനി അപ്ലൈ ചെയ്യാൻ കഴിയുന്നവർ, ക്വാളിഫിക്കേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്ത സെന്റർ എന്ന് പറയുന്നത്, അടുത്ത സോൺ എന്ന് പറയുന്നത്, നെക്സ്റ്റ് സോൺ എന്ന് പറയുന്നത് ഗോരഖ്പൂർ ആണ്. ഗോരഖ്പൂരിലേക്ക് വരുമ്പോഴത്തേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒരുവിധപ്പെട്ട എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞ പോലെ ബിലാസ്പൂർ പറഞ്ഞ പോലെ ഹിന്ദി, ബയോളജി, മാത്സ്, കെമിസ്ട്രി, എക്കണോമിക്സ്, ഹോം സയൻസ്, ഫിസിക്സ്, സോഷ്യോളജി, ഇത്രയുണ്ട്. TGT ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, സയൻസ്, ഇത്രയുണ്ട്. ഓക്കെ, PRT ഇല്ല. ഇത്രയുമാണ് ഗോരഖ്പൂരിലേക്ക് വരുന്നത്. ഗോരഖ്പൂരിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത്രയും പോസ്റ്റുകളാണ് നിലവിൽ ഉള്ളത്. ഓക്കെ, ഗോരഖ്പൂർ അതിന്റെ പോസ്റ്റിന്റെ നോക്കുമ്പോഴത്തേക്ക് ഒരുവിധം 21 പോസ്റ്റ് അൺറിസർവ്ഡ് ഉണ്ട്. ഏകദേശം 21ഓളം പോസ്റ്റ് അൺറിസർവ്ഡ് വരുന്നുണ്ട്. ചില പോസ്റ്റുകൾ എക്സ്ട്രാ ജൂനിയർ ട്രാൻസ്ലേറ്റ് കിടക്കുന്നുണ്ട്. എന്നാലും 21ഓളം പോസ്റ്റ് ഉണ്ട്. നോൺ ക്രിമിലിയറിന് PGT ഉണ്ട്. PGT വളരെ കുറവാണ് നോൺ ക്രിമിലിയറിന്. TGT ഉണ്ട്. TGT കുഴപ്പമില്ല. 9ഓളം പോസ്റ്റ് ഉണ്ട് TGT എന്ന് പറയുന്നത്. അപ്പം ഗോരഖ്പൂറും നിങ്ങൾ നോക്കുക. ഗോരഖ്പൂർ എടുത്ത് നോക്കുക. ഗോരഖ്പൂറും അത്യാവശ്യം നല്ലൊരു നല്ലൊരു സോൺ തന്നെയാണ് ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത നെക്സ്റ്റ് ഗുവാഹത്തിയാണ്. ഗുവാഹത്തിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെയാണ്. ഒരുപാട് വേക്കൻസികൾ, ഒരുവിധപ്പെട്ട എല്ലാ വേക്കൻസികളും വന്ന ഒരു സോണാണ് ഗുവാഹത്തി എന്ന് പറയുന്നത് കേട്ടോ. ഗുവാഹത്തി എന്ന് പറയുന്നത് അതായത് എല്ലാം ഉണ്ട്. അതായത് PGT ഉണ്ട്, TGT ഉണ്ട്, പ്രൈമറി ടീച്ചർ ഉണ്ട് ഗുവാഹത്തിയിൽ, ക്രാഫ്റ്റ് ഉണ്ട്. ഒക്കെ ഒരുവിധം എല്ലാ പോസ്റ്റും ഉണ്ട്. അത് അത്യാവശ്യം അൺറിസർവ്ഡും നോൺ ക്രിമിനലിന് ധാരാളം പോസ്റ്റുകളുള്ള, ഞാൻ എടുത്തു പറയുന്നില്ല, നിങ്ങളത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് ട്രെയിൻഡ് ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും നോൺ ക്രിമിലിയറിനൊക്കെ ധാരാളമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട്. അതുപോലെ പ്രൈമറി ടീച്ചർ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ മാത്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, പിന്നെ ബംഗാളി ഹിന്ദി നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 72 പോസ്റ്റോളം
കിടക്കുന്നുണ്ട്. ജനറൽ ആയിട്ട് 72 സീറ്റും നമ്മുടെ OBC നോൺ ക്രീമി ലെയർ 44 പോസ്റ്റും കിടക്കുന്നു. അപ്പൊ ഇരട്ടിയാകണമെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഗുവാഹത്തി എന്തുകൊണ്ടും നല്ലൊരു സെന്റർ ആണ് കേട്ടോ. അപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സെന്റർ ആണ് ഗുവാഹത്തി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും റെഫർ ചെയ്യുന്നവർ ഗുവാഹത്തി ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ഒരുവിധപ്പെട്ട എല്ലാ പോസ്റ്റുകളും അവിടെ അവൈലബിൾ ആണ്. അടുത്തത് നെക്സ്റ്റ് കൊൽക്കത്തയാണ്. കൊൽക്കത്തയിലേക്ക് വരുമ്പോൾ ഗുവാഹത്തി പറഞ്ഞ പോലെ തന്നെയാണ് കൊൽക്കത്തയുടെ കാര്യം എന്ന് പറയുന്നത്. എല്ലാ പോസ്റ്റും ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറുണ്ട്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറുണ്ട്, അതുപോലെ തന്നെ പ്രീ പ്രൈമറി ടീച്ചേഴ്സും ഉണ്ട്. അവിടെയും നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ OBC NCLന് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കൊൽക്കത്തയും. ധാരാളം വേക്കൻസികളുണ്ട്. OBC NCLന് 35ഓളം വേക്കൻസിയും അതുപോലെ തന്നെ ജനറൽ ആയിട്ട് 60 വേക്കൻസിയും അവിടെ ഉണ്ട് കേട്ടോ. 60 വേക്കൻസി ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും കൊൽക്കത്തയും നല്ലൊരു സോൺ തന്നെയാണ്. ഈ 7/2024 നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. എല്ലാ പോസ്റ്റും ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്തത്. നോർത്ത് ഫ്രണ്ടിയർ റെയിൽവേ സോണാണത്. ഓക്കെ, അപ്പൊ അവിടെ ഒന്ന് നോക്കുക, കൊൽക്കത്തയെ ഒന്ന് നോക്കുക. അടുത്തത് നെക്സ്റ്റ് ഗുവാഹത്തി കഴിഞ്ഞു. ഗുവാഹത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്തയാണ്. കൊൽക്കത്തയാണ് നമ്മളിപ്പോൾ കൊൽക്കത്തയാണ് നമ്മൾ പറഞ്ഞത് 60-35. നെക്സ്റ്റ് ഉള്ളത് മാൾഡയാണ്. മാൾഡയിലേക്ക് വരുമ്പോഴത്തേക്ക് മാൾഡയിലും ഞാൻ ഈ പറഞ്ഞ കണക്ക് അധികം പോസ്റ്റ് ഇല്ല, എന്നാൽ എല്ലാം ഉണ്ട്. അതായത് പോസ്റ്റ് ഗൈഡ് ടീച്ചർ കൊമേഴ്സ്, പൊളിറ്റിക്കൽ സയൻസ് ഇംഗ്ലീഷ് മീഡിയം, പൊളിറ്റിക്കൽ ടീച്ചർ ഇംഗ്ലീഷ് മീഡിയം, ബയോളജി ഇംഗ്ലീഷ് മീഡിയം, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ബയോളജി, പിന്നെ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ഇംഗ്ലീഷ് ഉണ്ട്, TGT ജിയോഗ്രഫി, TGT ഹിന്ദി, TGT മാത്സ്, TGT PCB PCM. PCM എന്ന് പറയുന്നത് PCB ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി, PCM എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ്. ഓക്കെ, അപ്പൊ അതിന് നോക്കുമ്പോഴും ജനറലായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴും NCL പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരുവിധപ്പെട്ട എല്ലാ സീറ്റുകളും അവിടെയും അവൈലബിൾ ആണ്. പ്ലസ് പ്രൈമറി ടീച്ചറിന്റെ വേക്കൻസി അവിടെ ഉണ്ട്, മാൽഡയിലുണ്ട്, പ്രൈമറി ടീച്ചറിനും ഉണ്ട് വേക്കൻസികളുണ്ട്. മൊത്തം ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ 22 വേക്കൻസി ടോട്ടൽ വേക്കൻസി ഉണ്ട് ജനറലിന്. OBC NCLന് 9 വേക്കൻസിയാണ് മൊത്തത്തിലുള്ളത് കേട്ടോ. 9 വേക്കൻസിയാണ് മൊത്തത്തിൽ വരുന്നത്. നെക്സ്റ്റ് അടുത്തതിലേക്ക് വരുന്ന മുംബൈയാണ് കേട്ടോ. മുംബൈയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പോസ്റ്റും ഉണ്ട്. PGT ഉണ്ട്, TGT ഉണ്ട്, പ്രൈമറി ടീച്ചർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, 3 ഉണ്ട്. അതിൽ തന്നെ അത്യാവശ്യം മുംബൈ നമ്മളെ അടുത്താണ് മുംബൈ, വലിയ ദൂരമൊന്നുമില്ല. ഓക്കെ, മുംബൈയിലും ഒരുവിധം എല്ലാ പോസ്റ്റുകളും ഉണ്ട്, നോക്കിക്കൊള്ളുക. ഓക്കെ, എല്ലാ പോസ്റ്റുകളും ഉണ്ട്. അപ്പൊ നിലവില് മൊത്തത്തിൽ ഏകദേശം ഒരു 51ഓളം പോസ്റ്റുകൾ മുംബൈയിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ SCക്കും STക്കൊക്കെ നല്ലൊരു സ്ഥലം കൂടിയാണ് മുംബൈ എന്ന് തോന്നുന്നു. അവർക്കും ധാരാളം പോസ്റ്റുകൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ OBC NCLനും നല്ല ഒരു ഏരിയയാണ് മുംബൈ എന്ന് പറയുന്നത്. കാരണം മുംബൈയിൽ 29ഓളം പോസ്റ്റുകൾ ഈ ഒരു ഫിക്സേഷനിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന് കൂടി വരുന്ന സ്ഥിതി ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഡബിളൊക്കെ ആയിട്ട് നല്ലൊരു വേക്കൻസി വരുന്ന ഒരു ഏരിയയാണ് മുംബൈ എന്ന് പറയുന്നത്. മുംബൈയും നല്ലൊരു ചാൻസ് ഉള്ള ഏരിയ ആണ്. നോക്കുക. നെക്സ്റ്റ് അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് പറയാനുള്ളത് പാട്നയാണ്. പാട്ന ഈ പറഞ്ഞതുപോലെ ഒരുവിധപ്പെട്ട എല്ലാ പോസ്റ്റുകളും പാട്നയിലും ഉണ്ട് കേട്ടോ. പാട്നയിൽ ഇല്ലാത്ത പ്രൈമറി ടീച്ചറിന്റെ വേക്കൻസി മാത്രം പാട്നയിലില്ല. ബീഹാർ പാട്നയിലില്ല. ജോലിയിട്ട് എളുപ്പമുള്ളൊരു സംസ്ഥാനം കൂടിയാണ് പാട്ന എന്ന് പറയുന്നത്. അതായത് PGT കൊമേഴ്സ്, PGT ഹിന്ദി, PGT പൊളിറ്റിക്കൽ സയൻസ്, ബയോളജി, മാത്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, ഫിസിക്സ്, ഇത്രയും ഉണ്ട് PGT. ഒരുവിധപ്പെട്ട PGT എല്ലാം ഉണ്ട്. ഇനി ആർട്സ് ടീച്ചറിനും ചാൻസ് ഉള്ള സ്ഥലമാണ്. ആർട്സ് ടീച്ചറിന് അതുപോലെ തന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ബയോളജി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, ഹിന്ദി ഉണ്ട്, മാത്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ TGT ഉണ്ട്. എല്ലാ TGTക്കും വേക്കൻസി ഉണ്ട്. മൊത്തത്തില് ടോട്ടൽ 34, ജനറല് 10 NCLലും ഉണ്ട്. അപ്പൊ നോക്കിക്കണ്ട് അപ്ലൈ ചെയ്യുക. അടുത്ത ആളെന്ന് പറയുന്നത് പ്രയാഗ്രാജ് ആണ് കേട്ടോ. അടുത്തത് പ്രയാഗ്രാജാണ്. പ്രയാഗ്രാജിലും ഈ പറഞ്ഞതുപോലെ തന്നെ പ്രയാഗ്രാജിന്റെ കാര്യം പറയുമ്പോഴും എല്ലാ 3 ഉണ്ട്. PGT ഉണ്ട്, TGT ഉണ്ട്, PRT ഉണ്ട്. PRT കുറവാണെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം ഉണ്ട്, പോസ്റ്റുകളുണ്ട്. മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രയാഗ്രാജിൽ മൊത്തം 43 പോസ്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 43 പോസ്റ്റുകൾ നിലവിൽ ഇപ്പോൾ ഉണ്ട്. അതിൽ OBC NCLന് 20 പോസ്റ്റും ഉണ്ട്.
ഓക്കെ, മൊത്തം 60 വേക്കൻസി അല്ല 63 വേക്കൻസി വരും മൊത്തം കൂടി അപ്പോൾ കേട്ടോ. അപ്പൊ എന്തുകൊണ്ട് നല്ലൊരു സ്ഥലമാണ് പ്രയാഗ്രാജ് എന്ന് പറയുന്നത്. ഓക്കെ, വേക്കൻസി കൂടുമ്പോഴത്തേക്ക് നല്ലൊരു കൂടുതലുണ്ടാവും പ്രയാഗ്രാജിലേക്ക് വരുമ്പോഴത്തേക്ക്. നെക്സ്റ്റ് അടുത്തത് ഞാൻ ഇങ്ങനെ പറയുന്നത് സമയം ലാഭിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾക്ക് അത് നോക്കാനുള്ള ടൈം ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ പ്രയാഗ്രാജ് മാത്രം നോക്കണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കിയാൽ മതി. വേണമെന്നുള്ളവർക്ക് എത്ര വേക്കൻസി ഉണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ കാസ്റ്റിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോന്നും ഇങ്ങനെ പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കിയാൽ അതിനുള്ള ടൈം ഞാൻ കൊടുത്താണത് ഓരോ സ്ക്രീനായിട്ട് മാറ്റുന്നത്. അപ്പൊ അത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ പ്രയാഗ്രാജ് അത്യാവശ്യം നല്ലൊരു ഇടം തന്നെയാണ്. നെക്സ്റ്റ് റാഞ്ചിയാണ്. റാഞ്ചിയിലേക്ക് വരുമ്പോഴത്തേക്ക് ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ TGT മാത്രമേ ഉള്ളൂ കേട്ടോ. TGT ആർട്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. ബയോളജി ഇംഗ്ലീഷ് മീഡിയമാണ്. പിന്നെ ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉള്ള ആ സയൻസിന്റെ വേക്കൻസി ഉണ്ട്. അത് തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്ന് പറയുന്ന വേക്കൻസി വരുന്ന ഒരു സ്ട്രീം അവിടെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും. ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ 1, 2 1 2 2 ഇങ്ങനെ കാണുന്നേ ഉള്ളൂ. മൊത്തം ടോട്ടൽ 10 പോസ്റ്റ്. NCL-നാണെങ്കിൽ 6 പോസ്റ്റ്. പക്ഷെ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക വേണ്ടത് കാണണ്ട. ഇതിന് മുകളിൽ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ 10 ഇരട്ടിയോ പോസ്റ്റുകൾ വരാൻ സാധ്യതയുള്ള ഒരു ടൈമാണിത്. കാരണം ഇതിനു മുമ്പ് 2019-ലാണ് ഈ എക്സാം വിളിച്ചത്. അപ്പൊ തന്നെ നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം വേക്കൻസി ഉണ്ടാകുമെന്നുള്ളത്. ഓക്കെ, റാഞ്ചി. അപ്പൊ ഇത്രയും സ്ഥലങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. റാഞ്ചി. അപ്പൊ ഇത്രയുമാണ് ഞാനൊരു ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇങ്ങനെ നോക്കി ഓരോ RRB-യിലും നിങ്ങൾക്ക് വേണ്ട പോസ്റ്റുകൾ എത്ര ഉണ്ട്, അവിടെ അപേക്ഷിച്ചാൽ കിട്ടുമോ, അവിടെ ചാൻസസ് ഉണ്ടോ, അവിടെ ടോട്ടൽ വേക്കൻസി എത്ര, എങ്കിൽ അതിൽ NCL-ന് എത്ര, SC-ക്ക് എത്ര, ST-ക്ക് എത്ര എന്ന് കണ്ടുപിടിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് കൺഫ്യൂഷൻ ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതും കൂടെ നോക്കുക. ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവർ ഇതും കൂടെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് കാണുന്നവര് അവസാനം വരെയും കാണുന്നവരും ആദ്യം തുടക്കത്തിൽ കാണുന്നവരും എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. സംശയങ്ങളൊക്കെ ചോദിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.